കാനോൺ ഇന്നലെ അവരുടെ ഏറ്റവും പുതിയ ക്യാമറ EOS R1 അവതരിപ്പിച്ചപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നിന്ന് എല്ലാവരും വളരെ ആശ്ചര്യത്തോടെ നോക്കിയ ഒന്നാണ് ഒരു പുതിയ ഇമേജ് പ്രോസസ്സർ. നമുക്കറിയാം, ഡിജിക് സീരീസിൽപ്പെട്ട പ്രോസസ്സറുകളാണ് കാനോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 2004 ഡിജിക് ഒറിജിനൽ അവരുടെ സൈബർ ഷോട്ടിൽ ആരംഭിച്ചപ്പോൾ മുതൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, തലമുറ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഡിജിക് പ്രോസസ്സർ മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പം ഡിജിക് 2 വന്നു, 3 വന്നു, 5 വന്നു, 6 വന്നു, 8 വന്നു. 2000 അവരുടെ 1DX Mark 3 ഡിജിക് എക്സ് എന്ന് പറയുന്ന ഒരു ഇമേജ് പ്രോസസ്സറും കൂടെ വന്നു. അപ്പം നമുക്കറിയാം, കാനോണിന്റെ വേഗത അത്ര കണ്ട് വർദ്ധിച്ചു. മുൻ വർഷങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ തലമുറയിലും അതിന്റെ വേഗതയും അക്യുറസിയും വളരെ കൂടി. അപ്പോൾ മിറർലെസ് ക്യാമറയിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറയെ കാനോൺ അവതരിപ്പിക്കുമ്പോൾ ഈ ഡിജിക് ആക്സലറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സർ അത് വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. എന്തായാലും ശ്രദ്ധിക്കപ്പെടും. അതിന് കാരണം നമുക്കറിയാം, ഫോക്കസിങ്ങിന്റെ വേഗതയും അക്യുറസിയും കൂട്ടുക എന്നുള്ളതാണ് ഇനി എല്ലാ ക്യാമറ കമ്പനികളും നേരിടുന്ന ഒരു വെല്ലുവിളി. അതായത് അവരുടെ മത്സരം ഈ ഫോക്കസിങ്ങിന്റെ വേഗതയിലും അക്യുറസിയിലുമാണ്. അപ്പോൾ കാനോൺ തന്നെ ഇന്നലെ അവരുടെ ഒഫീഷ്യൽ വീഡിയോയിൽ ആക്ഷൻ ഡിറ്റക്ഷൻ മോഡ് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഫോക്കസ് ആക്ഷൻ ഡിറ്റക്ഷൻ. നമുക്ക് ഏകദേശം നമ്മുടെ ധാരണ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മൊമെന്റിൽ ആ മൊമെന്റിനെ പെട്ടെന്ന് തന്നെ ക്യാമറ തിരിച്ചറിഞ്ഞിട്ട് ഫോക്കസിങ് പോയിന്റുകളെ സ്വിച്ച് ചെയ്യിക്കുന്ന ഒരു സംവിധാനം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫുട്ബോൾ കളിക്കിടെ 2 പ്ലെയേഴ്സ് തമ്മിൽ ബോളിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിൽ ഒരു പ്ലെയറുടെ കയ്യിൽ നിന്നും മറ്റൊരു പ്ലെയറുടെ കാലിലേക്ക് ബോൾ എത്തുമ്പോൾ അവിടെ നടക്കുന്ന ആക്ഷൻ അനുസരിച്ച് ഫോക്കസിങ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്നു. അത് കാനോണിന്റെ ഡീപ് ലേണിംഗ് സാങ്കേതിക വിദ്യയിൽ, അതായത് AI ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടെത്തി ഫോക്കസ് വളരെ വേഗതയിലും കൃത്യതയിലും വരുത്തുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു ചിന്തയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ഡിജിക് ആക്സിലറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സർ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകമായി മാറ്റിവെച്ച ഒന്നായിരിക്കണം. അതായത് ഡിജിക് എക്സ് അതിന്റെ മറ്റ് ഇമേജിന്റെ പ്രോസസ്സിങ്ങൾ നടത്തുമ്പോൾ ഡിജിക് ആക്സിലറേഷൻ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനുമാനിക്കാം. അതിന്റെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ക്യാമറ അതിന്റെ ഫീൽഡ് ടെസ്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകും. ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് നമുക്കത് കിട്ടാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, പ്രോസസ്സർ ക്യാമറയുടെ തലച്ചോറ് എന്ന് വേണേൽ പറയാം. ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ വന്നതോടെ ഇത് തലച്ചോറായിട്ട് മാറി. ഞാൻ പറയാറുണ്ട്, EOS R1 നമുക്ക് വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇതിനെ രാവണൻ എന്ന് വിശേഷിപ്പിക്കാം. അതായത് 10 തലയുള്ള രാവണനെ പോലെ അത്രയും ബുദ്ധിമാനായ എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു രാവണനെ പോലെ രാവൺ ഒക്കെ ആയിട്ട് നമുക്ക് ഈ R1 കാണാൻ വേണ്ടി പറ്റും. നിക്കോണും അവരുടെ എക്സ്പീഡ് പ്രോസസ്സറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോണി ബയോൺസ് പ്രോസസ്സറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ വീനസ് പ്രോസസ്സർ ഉണ്ട്. അപ്പൊ എല്ലാ കമ്പനികൾക്കും അവരുടേതായ പ്രോസസ്സറുകളുണ്ട്. അതിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പം കാനോൺ ലവേഴ്സിന്, അങ്ങനെ മാത്രമല്ല ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് കാനോൺ അവരുടെ R1 കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡിജിക് ആക്സിലറേഷൻ പ്രോസസ്സർ. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ അറിവായിട്ടില്ല. അപ്പോൾ ക്യാമറയ്ക്ക് മനുഷ്യ ശരീരം പോലെ നല്ല കണ്ണും, അതായത് ലെൻസും, റെറ്റിന, നമ്മുടെ പ്രോസസ്സറും ഒക്കെ മനുഷ്യ ശരീരത്തെ പോലെ കൂടുതൽ കൃത്യതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പുതിയ CMOS സെൻസറാണ് EOS R3 അവതരിപ്പിക്കുന്നതെന്നും അറിഞ്ഞു. അപ്പോൾ അതിലും ഒരുപാട് മാറ്റങ്ങൾ വരാം. നമുക്കറിയാം, ഡ്യുവൽ പിക്സൽ സാങ്കേതിക വിദ്യയിലൂടെ ഫോക്കസിങ്ങിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാനോൺ ശ്രമം നടത്തി. അത് പിന്നെ ക്വാഡ് പിക്സലിലേക്ക് എത്തി. അപ്പോൾ ഒരു പിക്സലിൽ തന്നെ കൂടുതൽ ഫോട്ടോ ഡയോഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോക്കസിങ്ങിന്റെ കൃത്യതയും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് കാനോൺ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യകാലങ്ങളിലൊക്കെ ഫേസ് ഡിറ്റക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മൈക്രോ ലെൻസിന്റെ സഹായത്തോടെയാണ്. നമ്മൾ ഫിലിം ക്യാമറകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഡിജിറ്റൽ ക്യാമറകൾ ഫോക്കസിങ് സാധ്യമാക്കിയത്. അപ്പോൾ ഫോക്കസിങ്
സാധ്യമല്ലാതെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്ലെയിൻ ഫോക്കസിൽ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കളറുകളിൽ കോൺട്രാസ്റ്റ് വളരെ കുറഞ്ഞ ഏരിയകളിൽ ഫോക്കസിങ് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. പിന്നീട് ഈ കോൺട്രാസ്റ്റും ഫേസ് ഡിറ്റക്ഷനും കൂടെ ഒരുമിച്ചാക്കി ഇപ്പോൾ അതിന്റെ കൂടെ AI സാങ്കേതിക വിദ്യയും കൂടെ കൂടിക്കഴിയുമ്പോൾ ഫോക്കസിങ് എന്ന് പറയുന്നത് വളരെ വളരെ മാറ്റങ്ങൾ സംഭവിച്ച ഒന്നായി മാറും. നമുക്കറിയാം ഈ ഒബ്സ്റ്റക്കിൾസ് വളരെയധികം ഫോക്കസിങ്ങിനെ ശല്യം ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മൾ പറയും അമ്മാവൻ ഇടയിൽ കയറി കഴിഞ്ഞാൽ ഫോക്കസ് അമ്മാവന്റെ മേത്തേക്ക് ചാടി പിടിക്കുന്നു, അല്ലെങ്കിൽ കല്യാണത്തിനിടയിൽ ശാന്തി ഇടയിൽ കയറിയാൽ ഫോക്കസ് ശാന്തിന്റെ മേത്തേക്ക് കയറി വരുന്ന ഒന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടറിഞ്ഞിട്ട് പരിഹരിക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് ക്യാമറകൾ അതിന്റെ എന്താ പറയാ ബാല്യത്തിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ആവശ്യമുള്ള ഒരാളാണോ ഉള്ളിലേക്ക് കയറിയത് അല്ലെങ്കിൽ ആവശ്യമില്ലേ എന്നൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാമറകൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ക്യാമറ ഈ EOS R1 അത് ഇത്തരം അനാവശ്യമായിട്ട് കടന്നു വരുന്ന ഒബ്ജക്റ്റുകളിലേക്ക് ഫോക്കസ് ചാടി പിടിക്കാതെ കൃത്യത നിലനിർത്തിക്കൊണ്ട് ഫോക്കസ് എവിടെയാണോ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫി സ്നേഹികൾക്കും വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയായിട്ട് കാനോൺ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ പ്രതീക്ഷയോടെ ഇരിക്കാം.